ജനം ടിവി വാർത്തയ്ക്കു പിന്നാലെ പാലക്കാട് യൂത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി. യൂത്ത് കോൺഗ്രസ് കണ്ണാടി മണ്ഡലം കമ്മിറ്റിയിലാണ് പോര്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ നടന്ന കാര്യങ്ങൾ ജനം ടിവി റിപ്പോർട്ട് ചെയ്യുകയും വാർത്ത മണ്ഡലം കമ്മിറ്റി ഗ്രൂപ്പിൽ ഒരു വിഭാഗം നേതാക്കൾ പോസ്റ്റ് ചെയ്തതുമാണ് പൊട്ടിത്തെറിക്ക് കാരണം. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് കണ്ണാടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന് ചർച്ച ചെയ്തത് ജനം ടിവി റിപ്പോർട്ട് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കാൻ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടക്കുന്നതിനിടെയായിരുന്നു കണ്ണാടിയിലെ യോഗം സംബന്ധിച്ച വിവരങ്ങൾ ജനം ടിവി റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ ജനം ടിവി വാർത്ത ഒരു വിഭാഗം നേതാക്കൾ കണ്ണാടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. ഇതോടെയാണ് പൊട്ടിത്തെറി ആരംഭിച്ചത്. രാഹുൽ സ്ഥാനാർത്ഥിയാവണമെന്ന് താല്പര്യമുള്ള ഒരു വിഭാഗം നേതാക്കൾ കൂട്ടമായി മണ്ഡലം കമ്മിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ചെയ്തു. കൂടാതെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കി. ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപേ സംഘടനയ്ക്കുള്ളിലുണ്ടായ വിഷയങ്ങൾ ജനം ടിവി റിപ്പോർട്ട് ചെയ്തത് അംഗീകരിക്കാനാവില്ല എന്നാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ നിലപാട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കെട്ടിയിറക്കാനുള്ള തീരുമാനം അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് മറുവിഭാഗം. ജില്ലയിൽ നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥി മത്സരിക്കണമെന്നാണ് മറുപക്ഷത്തിന്റെ ആവശ്യം. ജില്ലയിൽ സംഘടനയിൽ കഴിവുള്ള നിരവധി പേരുണ്ട്. അവസരം നൽകിയാൽ മാത്രമേ അവർക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ. DCC പ്രസിഡന്റായിരുന്ന VK ശ്രീകണ്ഠന് അവസരം ലഭിച്ചപ്പോഴാണ് വളരാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ നേതാക്കളെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നത് അംഗീകരിക്കാനാവില്ല എന്നും മറുവിഭാഗം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കർഷക കോൺഗ്രസും DCC പ്രസിഡന്റ് A തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.